ഈ കാണുന്നതാണ് സെനാന എൻക്ലോഷർ. സെനാന മീൻസ് വിമൻ എന്നാണ് അർത്ഥം. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഏരിയയാണ് ഇത്. ഇവിടെ തന്നെ ഇതേ ഏരിയ തന്നെയാണ് ജൽമഹളും ഉള്ളത്. വാട്ടർ പവലിയനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവന്മാർ വെള്ളം വെച്ചുള്ള കളിയാണ് കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ ഇത് ഈ ഭാഗത്ത് തന്നെയാണ് നമുക്ക് എലിഫന്റ്, എന്താണ് ഉള്ളത്? എലിഫന്റ് സ്റ്റേബിൾ കീപ്പ് ചെയ്യുന്നത് ഇവിടെ തന്നെ. ട്രഷറി ബിൽഡിങ്ങും ഇതിനകത്താണ്. അതാണ് ട്രഷറി ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ കയറുന്നതിന്, അതായത് ഇവിടെ കുറച്ച് 3-4 പോയിന്റ്സ് കയറുന്നതിന് ടിക്കറ്റ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 70 രൂപയായി 2 പേർക്കും കൂടെ ടിക്കറ്റ്. ഈ ടിക്കറ്റാണ്. അതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചെന്ന് കയറുന്നു, ഓൺലൈൻ സ്കാൻ ചെയ്യുന്നു, ടിക്കറ്റ് കൗണ്ടറിൽ പോലും പോയില്ല, ഗൂഗിൾ പേ ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതേ പാക്കറ്റ് വെച്ച് തന്നെ നമുക്ക്, ഇതേ ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് 3-4 സ്ഥലങ്ങൾ ഒന്നിച്ച് കാണാം. ഇതൊരു എക്സിബിഷൻ ഹാള് പോലെയാണ് അല്ലേ? ഓ, ഇത് ട്രഷറി ബിൽഡിംഗ് ആണ് കേട്ടോ. ട്രഷറി ബിൽഡിംഗ്. പണ്ടത്തെ കാലഘട്ടത്തിൽ പടം വരച്ചിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇതിലേക്ക് കണ്ട സ്ഥലമൊക്കെ ആയിരിക്കുമല്ലേ? ഇന്നലെ കണ്ട ആ സ്ഥലം ആണോ എന്നറിയില്ല. പണ്ടത്തെ പ്രതാപകാലം ഇങ്ങനെയാണ്. രാജാവ് പബ്ലിക്കിനെ കാണുന്നതെന്ന് തോന്നുന്നത്. രാജാവ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ലേ? രാജാവ് അവിടെ ഇരിക്കുന്നു, ഒരാളോട് ആൾക്കാർ ചുറ്റും നിൽക്കുന്നു. പബ്ലിക്കിന്റെ എന്തോ കണ്ടല്ലോ. ഇതാണ് ലോട്ടസ് മഹൽ. ഇതിന്റെ ഒരു ആർക്കിടെക്ചറും പ്രത്യേക രീതിയിലാണ്. ഹിന്ദു ഇസ്ലാമിക് ട്രഡീഷൻ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ലോട്ടസ് മഹലും ഉണ്ടാക്കിയിരിക്കുന്നത്. AC actually nice open ventilation. Moreover, the first aid water to the building. ये एलिफेंट तो बोल रहे हैं. ഈ കാണുന്നതാണ് എലിഫന്റ് സ്റ്റേബിൾ. ആനപ്രേമിയായ ദേവരായ രണ്ടാമൻ തൻ്റെ ആനകളെ പാർപ്പിക്കാൻ വേണ്ടി 15-ാം നൂറ്റാണ്ടിൽ പണിതതാണ് ഈ കൊട്ടാരം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യകളാണ്. 12 മുറികളടങ്ങിയ ഈ ഒരു എലിഫന്റ് സ്റ്റേബിളിൽ ഓരോ അറയിലും 2 ആനകളെ വീതമായിരുന്നു പാർപ്പിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് യുദ്ധത്തിനുമൊക്കെ 10,000-കണക്കിന് ആനകൾ പങ്കെടുത്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ കാണുന്ന കെട്ടിടമില്ലേ, ഇതായിരുന്നു ആനപ്പാപ്പാന്മാർക്ക് വേണ്ടി രാജാവ് നിർമ്മിച്ചു നൽകിയത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും അവശേഷിക്കുന്ന ഹംപിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് എലിഫന്റ് സ്റ്റേബിൾ.
ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ പറ്റുന്നതല്ല ഹംപിയുടെ ചരിത്രവും ഹംപിയുടെ കാഴ്ചകളും. ഞങ്ങൾ എന്തൊക്കെയാണ് ഹംപിയിൽ കണ്ടതെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ലഞ്ച് ടൈമായി. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നോർത്ത് ഇന്ത്യൻ താലി, സൗത്ത് ഇന്ത്യൻ താലി. ഇതെല്ലാം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ്. പിന്നെ 2 മാംഗോ ലസ്സി. ഓക്കെ, ഇനി കഴിക്കാനുള്ള ടൈമാണ്. രാത്രിയെങ്കിലും ഞാൻ നോൺ വെജ് ആയിരിക്കും.